നമസ്കാരം. HP കമ്മ്യൂണിക്കേഷൻസ് ന്യൂസ് 7 TV വാർത്തയിലേക്ക് സ്വാഗതം. കരുണ ഫൗണ്ടേഷന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാലന്റ് ആൻഡ് എക്സലൻസിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള 10ാമത് ബാച്ചിന്റെ പ്രവേശനോത്സവവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളുടെ വിതരണവും നടന്നു. മഹാരാജാസ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക ഡോക്ടർ റീം ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ചെയർമാൻ ASA റസാഖ് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്ത്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് CK സയ്യിദ് മുഹമ്മദ് അലി, കബീർ തോട്ടത്തിപ്പുറം, AS കുഞ്ഞു മുഹമ്മദ്, AA അബ്ദുൽ ഖാദർ, NA മൻസൂർ, KM നസീർ ഹുസൈൻ, നബീസ തുടങ്ങിയവർ സംസാരിച്ചു. ലൈബ്രറി സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ VS കുഞ്ഞു മുഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു. ഗൗരവം തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കെങ്ങും എത്താൻ കഴിയില്ല. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ഇപ്പം നമ്മുടെ ഗസ്റ്റ് സ്വപ്നം കാണുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഡോക്ടർ APJ അബ്ദുൽ കലാം കുട്ടികളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്, നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണണം, ഉറങ്ങുമ്പോഴല്ല, ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണും. അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു, മിസൈൽ മാൻ ആയിരുന്നു, ശാസ്ത്രത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെത്താൻ കഴിഞ്ഞ പ്രതിഭാധനായിരുന്നു. നിങ്ങളെപ്പോലെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കൂട്ടുകാർ വിളിച്ചിരുന്ന ഒരു പേരുണ്ടായിരുന്നു, ന്യൂസ് പേപ്പർ ബോയ് എന്നായിരുന്നു. നിങ്ങളെ ആരും അങ്ങനെ വിളിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ന്യൂസ് പേപ്പർ ബോയ് എന്നോ ന്യൂസ് പേപ്പർ ഗേൾ എന്നോ നിങ്ങളങ്ങനെ ന്യൂസ് പേപ്പർ രാവിലെ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കാനോ അല്ലെങ്കിൽ പാല് കൊണ്ടു കൊടുക്കാനോ ഒന്നും നിങ്ങൾക്ക് വിധി ഉണ്ടാവില്ല. പക്ഷേ ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ദാരിദ്ര്യം കൊണ്ട് വീട്ടിലെ പട്ടിണി കൊണ്ട് 4 മണിക്ക് എഴുന്നേറ്റ് രാവിലെ പത്ര ഏജന്റിൻ്റെ അടുത്ത് പോയി പത്രക്കെട്ടെടുത്ത് സൈക്കിളിൻ്റെ പുറകിൽ കെട്ടിവെച്ച് മഴയില്ലാത്തപ്പോഴും വീടുകളിൽ കൊണ്ടുപോയി പേപ്പർ ഇട്ട് കൊടുത്തിട്ട് കിട്ടിയ നാണയത്തൊട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് മാത്തമാറ്റിക്സിന് ട്യൂഷൻ പഠിക്കാൻ പോയ ടീച്ചർക്ക് ട്യൂഷൻ ഫീസ് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് കൂട്ടുകാർ അദ്ദേഹത്തെ ന്യൂസ് പേപ്പർ ബോയ് എന്ന് വിളിച്ചു. അങ്ങനെ ദാരിദ്ര്യം കൊണ്ട് ന്യൂസ് പേപ്പർ ഇടേണ്ടി വന്ന, ന്യൂസ് പേപ്പർ ഇട്ട് കിട്ടുന്ന നാണയത്തൊട്ട് കൊണ്ട് ട്യൂഷൻ പഠിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം, he became the missile man of India. He became the president of India. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണണമെന്ന് പറഞ്ഞത്. കടൽ തീരത്തിരുന്ന് ബയോളജി അധ്യാപകന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ആകാശത്ത് കൂടി പറക്കുന്ന പക്ഷികളെ കണ്ടിട്ട് അതുപോലെ എനിക്ക് പറക്കാൻ കഴിയണമെന്ന് സ്വപ്നം കണ്ട ആളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം.